ലഹരിത്തിമിർപ്പിൽ ഉറ്റവരുടെ ജീവനെടുക്കുന്ന വാർത്ത ഭയാനകമാണെങ്കിലും അത് കേരളത്തിന് പുതിയതല്ല എന്ന് നമ്മൾ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ആശങ്കയ്ക്ക് കൂടുതൽ ഇന്ധനം നൽകുന്ന രീതിയിൽ, അത് കൂടുതൽ ഭയപ്പെടുത്തുന്ന രീതിയിലൊരു വാർത്തയാണ് കൊല്ലം ചവറയിൽ നിന്ന് ഇപ്പോൾ രാത്രി വൈകി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സ്വന്തം മുത്തശ്ശിയെ പേരക്കുട്ടി അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പെൻഷൻ തുക ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പേരക്കുട്ടിയും മുത്തശ്ശിയും തമ്മിൽ ചെറിയ തർക്കമുണ്ടായിരുന്നെന്ന് പ്രാഥമികമായി മാത്രം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ തർക്കമാണ് സ്വന്തം മുത്തശ്ശിയുടെ ജീവൻ അതിക്രൂരമായി എടുക്കുന്നതിൽ ഇയാളെ നയിച്ചെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊലപാതകം എന്ന് വെച്ചാൽ അങ്ങേറ്റം ബ്രൂട്ടലായ ഒരു കൊലപാതകമാണ്. കഴുത്തറുത്ത് കൊലപ്പെടുത്തിയിരിക്കുന്നു. കഴുത്തിലെ വെയിൻസ്, ഞരമ്പുകൾ മുറിഞ്ഞതാണ് മരണകാരണമെന്ന് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നു. അതിനുശേഷം തല അറുത്തു മാറ്റി അതൊരു ചാക്കിലാക്കി കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു വെക്കുന്നു. കൃത്യം മറച്ചു വെക്കാനുള്ള ഒരു നീക്കം അവിടെ നടക്കുന്നു. സ്വബോധത്തിലല്ലെങ്കിലും ആ കൃത്യം മറച്ചു വെക്കാനുള്ള ശ്രമം ഷഹനാസിൽ ഉണ്ടാകുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ ഇതൊക്കെ നേരിൽ കണ്ട ഷഹനാസിന്റെ സ്വന്തം മാതാവ് വിങ്ങിപ്പൊട്ടി നെഞ്ചു തകർന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന ദുഃഖകരമായ വാർത്തയും രാത്രി വൈകി ഈ വാർത്തയോടൊപ്പം ചേർത്ത് വരുന്നുണ്ട്. എന്തായാലും പോലീസ് കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഷഹനാസ് ഉള്ളത്. കൂടുതൽ വ്യക്തത വരാനുണ്ട്. ഷഹനാസിനെ ചോദ്യം ചെയ്യാൻ ബാക്കിയുണ്ട്. പക്ഷേ ഷഹനാസ് ഇപ്പോൾ സ്വബോധത്തിലല്ല എന്ന് മനസ്സിലാക്കുന്നു. ഈ പറയുന്ന പ്രതി ഷഹനാസ് സ്ഥിരം ലഹരിക്കടിമയാണെന്ന് പ്രദേശവാസികളടക്കം സാക്ഷ്യപ്പെടുത്തുന്നു. ഈ തർക്കം ഇന്ന് പെട്ടെന്നുണ്ടായ തർക്കമാണോ? ദിവസങ്ങളോളമായി മുത്തശ്ശിയുമായി ഷഹനാസ് തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നുവോ? അങ്ങനെ ദിവസങ്ങളോളമായി കാത്തുവെച്ച പക ഈ ഒറ്റ ദിവസം കൊണ്ട് തീർത്തതാണ്. അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ബാക്കിയാകുന്നു. എന്തായാലും അങ്ങേറ്റം നടക്കുന്ന ക്രൂരത, കേരളക്കരയെ നടുക്കുന്ന, മനസ്സാക്ഷിയുള്ളവരെ പേടിപ്പിക്കുന്ന, പേടിപ്പെടുത്തുന്ന, ലഹരി എന്ന വിപത്ത് എത്രത്തോളം പ്രത്യാഘാതങ്ങൾ കുടുംബത്തിലുണ്ടാക്കുമെന്ന് നേർസാക്ഷ്യപ്പെടുത്തുന്ന ഒരു വല്ലാത്ത വാർത്തയ്ക്കാണ് രാത്രി വൈകി നമ്മൾ സാക്ഷ്യം വഹിക്കുന്ന അരുൺ രാജാണ് വാർത്തയുടെ വിവരം നൽകിയത്. അരുൺ, പ്രാഥമിക ഘട്ടമാണ് അപ്പോൾ പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ട തർക്കമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതോടൊപ്പം ഈ പറയുന്ന മുത്തശ്ശിയും ഷഹനാസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഇരുവരും തമ്മിൽ നേരത്തെ ഏതെങ്കിലും കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നു? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പ്രദേശവാസികൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? ഷഹനാസിനെ സംബന്ധിച്ച്, ഷഹനാസിനെ കുറിച്ച് നാട്ടുകാർക്കൊക്കെ സമാനമായ ലഹരിക്കടിമ എന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയതായൊക്കെ വിവരങ്ങളുണ്ടോ? സുഹേൽ, നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അത് പ്രാഥമികമായി മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇക്കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തത വരുത്തുന്നതനുസരിച്ചാണെങ്കിൽ ഈ പെൻഷൻ പണവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് കടക്കാൻ നയിച്ചതെന്നുള്ളതാണ്. അതിനപ്പുറമുള്ള വിവരം ഇപ്പോൾ നിലവിൽ പോലീസിന് ലഭിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതൽ പേരിൽ നിന്ന് ഒരു വിവരം തേടുകയാണ്. ഒരുപക്ഷെ ഇതിൽ വിവരങ്ങൾ അറിയാവുന്ന ഇനി രണ്ടുപേർ, ഒന്ന് ഷഹനാസ് ആണ്, രണ്ട് ഈ മുംതാസ്, ഷഹനാസിന്റെ മാതാവ് മുംതാസ് ആണ്. ഇവരിൽ രണ്ടുപേരിൽ നിന്ന് മാത്രമേ ഇനി പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, അത് നിലവിൽ ഷഹനാസിൽ നിന്ന് മൊഴിയെടുക്കാൻ കഴിയില്ല. പൂർണ്ണമായും ഷഹനാസിന്റെ മൊഴി ഈ ഘട്ടത്തിൽ പോലീസ് അത് ശേഖരിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല. രണ്ട്, മാതാവിൽ നിന്നുള്ള മൊഴിയാണ് രേഖപ്പെടുത്താൻ ശ്രമിക്കുന്നത്. മാതാവിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിൽ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് അതുകൂടി ഇപ്പോഴത്തെ മാനസികാവസ്ഥ അടക്കം പരിഗണിച്ച ശേഷമായിരിക്കും ആ മൊഴി കൂടി രേഖപ്പെടുത്തുക. നിലവിൽ നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുമായിരിക്കും. വലിയ ജനക്കൂട്ടം ഈ വീടിന് ചുറ്റുമുണ്ട്. കാരണം ആ നാടിനെ സംബന്ധിച്ച്, ചവറ കൊട്ടുകാട് എന്നെ സംബന്ധിച്ച് ഇത്തരമൊരു സംഭവം അവിടെ ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നാട്ടുകാരെല്ലാം വലിയ ഞെട്ടലിലാണ്. കാരണം ഇത്തരമൊരു സംഭവം ഉണ്ടായി, ഈ കൊലപ്പെടുത്തിയ ശേഷം മുത്തശ്ശിയെ ഈ ചാക്കിൽ കെട്ടി കട്ടിലിനടിയിൽ വെച്ച ശേഷം പിന്നീടും ഇത് അറിയാതെ പോകുന്നു, സംഭവം അറിയാതെ പോകുന്നു. പിന്നീട് ഇത് ഈ മാതാവ് ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ മാത്രമാണ് പിന്നീട് ഈ സംഭവം വീട്ടുകാരും നാട്ടുകാരും എല്ലാം അറിയുന്നത്. അതുകൊണ്ട് ഇതിൽ ഒരു വലിയ ഞെട്ടൽ ഈ നാടിനെ സംബന്ധിച്ച് നാട്ടുകാർക്കടക്കമുണ്ട്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഷഹനാസ് ഇത് ഈ ലഹരിക്ക് അടിമപ്പെട്ട് ഈ ലഹരി ഉപയോഗിക്കുന്നതിനായുള്ള പണത്തിന് വേണ്ടി ചെയ്തതാണ് എന്നുള്ളതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഇതൊരു പൂർണ്ണത വരുത്തുക അത് പോലീസായിരിക്കും, പോലീസിന്റെ അന്വേഷണമായിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.